ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLന്റെ മിനി ഓപ്ഷൻ നേരത്തെ പൂർത്തിയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ കാമറൂൺ ഗ്രീനിന് തന്നെയാണ് വലിയ തുക ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തെന്നാൽ അൺക്യാപ്ഡ് താരങ്ങൾക്ക് വലിയ ഡിമാൻഡ് ആയിരുന്നു. ഡൊമസ്റ്റിക്കിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങൾക്ക് വലിയ ഡിമാൻഡ് കൽപ്പിക്കപ്പെട്ട ഒരു ഓപ്ഷൻ കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ ഓപ്ഷനിൽ അൺസോൾഡ് ആയ ചില സുപ്രധാന താരങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള 5 താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ജെയ്ക്ക് ഫ്രൈസർ മഗൂർക്കാണ്. ഈ താരത്തെ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസി എടുക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. വെടിക്കെട്ട് പ്രകടനങ്ങൾക്ക് പേര് കേട്ട താരമാണ് ഇദ്ദേഹം. പ്രത്യേകിച്ച് ഡൽഹി ക്യാപിറ്റൽസ് ഇദ്ദേഹത്തെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആരും ഇദ്ദേഹത്തിന് വേണ്ടി ബിഡ് നൽകിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് സ്ഥിരതയില്ലാത്ത ഒരു താരമാണ് മഗൂർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാഞ്ചൈസികൾ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ പോയതും. അരങ്ങേറ്റ സീസണിൽ 9 മത്സരങ്ങൾ കളിച്ച ഈ താരം 234 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു കളിച്ചിരുന്നത്. അത് ഒരു വലിയ കണക്ക് തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു. ഇനി രണ്ടാമത്തെ താരം അത് ഡിവോൺ കോൺവേ ആണ്. നമുക്കറിയാം, ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം 3 സീസണുകൾ കളിച്ച താരമാണ് ഇദ്ദേഹം. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അൺസോൾഡ് ആയിട്ടുള്ളത്. പക്ഷേ 2023 ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അദ്ദേഹം മാസ്മരിക പ്രകടനം നടത്തിയിരുന്നു. 16 ഇന്നിങ്സുകളിൽ നിന്ന് 672 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ആവറേജ് 51 ആയിരുന്നു. 6 അർദ്ധ സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് കേവലം 26 ആവറേജ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പുതിയ ഫ്രാഞ്ചൈസികൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരാതിരുന്നത്. ഇനി മറ്റൊരു താരം സ്പിന്നറായ മഹീഷ് തീക്ഷണയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഫ്രാഞ്ചൈസികൾ ഒന്നും രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വലിയ മികവൊന്നും പുലർത്തിയിരുന്നില്ല. കേവലം 11 വിക്കറ്റുകൾ മാത്രമായിരുന്നു അദ്ദേഹം വീഴ്ത്തിയിരുന്നത്. ഇക്കോണമി 10 ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഡിമാൻഡ് ഇല്ലാതെ പോയത്. മറ്റൊരു താരം ജോണി ബെയർസ്റ്റോയാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ച താരമാണ് ജോണി ബെയർസ്റ്റോ. മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു. മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഡീകോക്കിനെയാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ഫ്രാഞ്ചൈസികൾ ഒന്നും തന്നെ ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടില്ല. ബെയർസ്റ്റോ ഇപ്പോൾ അൺസോൾഡ് ആയി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അഞ്ചാമത്തെ താരം അത് ദീപക് ഹൂഡയാണ്. കഴിഞ്ഞ സീസണിൽ CSKക്ക് വേണ്ടി തിളങ്ങാൻ കഴിയാത്ത താരമാണ് ദീപക് ഹൂഡ. പക്ഷേ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം മുംബൈക്കെതിരെ ഒരു മികച്ച ഇന്നിങ്സ് ഒക്കെ പുറത്തെടുത്തിരുന്നു. പക്ഷേ അതൊന്നും ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ സീസണിൽ 7 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 31 റൺസ് മാത്രമായിരുന്നു അദ്ദേഹം നേടിയിരുന്നത്. 7 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഫ്രാഞ്ചൈസികൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരാതിരുന്നത്. ഇനിയും ഒരുപാട് സുപ്രധാന താരങ്ങൾ ഇപ്പോൾ അൺസോൾഡ് ആയി പോയിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.